ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇൻസ്റ്റൻ്റായിട്ട് ഒരു പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ച് തന്നിരിക്കുന്നത്. ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഞ്ചസാര ക്യാരമൽ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടി ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ നമുക്ക് സ്പൂണോ സ്പാച്ചിലോ ഒന്നും ഉപയോഗിക്കരുത്. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് വേണം. അതിന് വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ കണ്ടില്ലേ, കളർ ഇങ്ങനെ കുറേശ്ശെ ചേഞ്ച് ചെയ്ത് വന്നിട്ടിരിക്കുകയാണ്. ഈ സമയം നമുക്ക് ഒരു തടിത്തവിയോ സ്പാച്ചിലോ ഉപയോഗിച്ച് പതിയെ ഒന്ന് ഇളക്കുക. പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. പക്ഷേ ഇതല്ല കേട്ടോ, കളറ് കുറച്ചും കൂടി നല്ലൊരു ബ്രൗൺ കളറിൽ വരണം. അപ്പോൾ നല്ലവണ്ണം ആ പഞ്ചസാര നല്ലവണ്ണം അതിനകത്ത് അലിഞ്ഞ് ചേർന്ന് കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട, ശ്രദ്ധിക്കുക. നല്ലൊരു ബ്രൗൺ കളർ, ഒത്തിരി കറുത്തുപോയ കേക്കിന് ഭയങ്കര കയ്പ്പായിരിക്കും. അതുകൊണ്ടൊന്ന് പയ്യെ ഒന്ന് ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് 1/4 കപ്പ് വാം വാട്ടർ അതിനകത്തോട്ട് ചേർക്കുക. സൂക്ഷിക്കണം, വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി മാറുന്ന വേണം ഒഴിക്കാൻ. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതൊന്ന് കുറുകി വരും. കണ്ടില്ലേ, നല്ലോണം തിളച്ച് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ കളർ ചേഞ്ചിൻ്റെ അനുസരിച്ചാട്ടോ ഈ പ്ലം കേക്കിൻ്റെ കളർ നമുക്ക് നല്ല കളറായിട്ട് തോന്നുന്നത്. ഇത് കണ്ടില്ലേ, ഇതാണ് ടെക്സ്ചർ. ഈ സമയത്ത് നമുക്ക് തണുക്കാനായിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് കറുത്ത മുന്തിരിയാണ് എടുക്കുന്നത്. പിന്നെ 1/2 കപ്പ് കിസ്മിസ് എടുക്കുന്നു. 1/4 കപ്പ് കുറച്ച് ഡേറ്റ്സ് എടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് അളവിൽ ടൂട്ടി ഫ്രൂട്ടി, അത് എനിക്കൊരു 3 കളറിലെ ടൂട്ടി ഫ്രൂട്ടി ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറി, ഒരു 1/4 കപ്പ് അളവിൽ ചെറീസ് ചേർക്കുന്നു. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമുക്കൊന്ന് ബോയിൽ ചെയ്ത് എടുക്കണം. അതിന് വേണ്ടി ഇതുപോലെ ഒരു ഫ്രൈ പാനിനകത്തേക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ട് ഞാൻ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് പൊടിക്കാത്ത പഞ്ചസാര, ഒന്നും കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാര, അതിൻ്റെ കൂടെ ഞാനൊരു 1/4 കപ്പ് അളവിൽ വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ വെള്ളവും ഈ പഞ്ചസാരയും കൂടി നല്ലവണ്ണം ഒന്ന് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് തിളച്ച് ആ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നല്ലവണ്ണം അതിനകത്ത് നല്ല വെന്ത് നല്ല സോഫ്റ്റായിട്ട് നല്ല അലുത്ത് വരും. നല്ലവണ്ണം സോക്കാവുന്നത് പോലെ അലുത്ത് വരും. നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ ഒന്ന് ഈ ഫ്രൂട്ട്സ് എല്ലാം കിടന്നൊന്ന് ബോയിലായിട്ട് വരട്ടെ. ആ സമയം നമുക്ക് അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഞാൻ ഓയിൽ ചേർക്കുന്നുണ്ട്. അതല്ല ബട്ടർ, ഈ 1/4 കപ്പ് അളവിൽ ബട്ടർ ചേർത്താലും നല്ലതാണ്. എൻ്റെ ഒരു ബട്ടർ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ഓയിൽ ചേർക്കുന്നത്. ഓയിൽ ചേർത്താലും കുഴപ്പമില്ല. എന്നിട്ട് ഈ ഓയിലും പഞ്ചസാരയും എല്ലാം കിടന്നുകൊണ്ട് ഈ ഫ്രൂട്ട്സ് എല്ലാം നല്ലവണ്ണം ഒന്ന് ബോയിൽ ചെയ്ത് നല്ലൊരു സോഫ്റ്റായിട്ട് വരും. ആ സമയം കണ്ടില്ലേ, കിസ്മിസ് എല്ലാം നല്ല ബബിൾസ് പോലെ നിൽക്കുന്നത് കണ്ടില്ലേ. ഈ സമയത്ത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർക്കാം. ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി വന്ന് വരുമ്പോൾ അത് നല്ലോണം ഈ ഫ്രൂട്ട്സ് എല്ലാം നല്ലൊന്ന് സോഫ്റ്റായിട്ട് വരും. കണ്ടില്ലേ, സോഫ്റ്റായിട്ട് വരുന്നതിന് വേണ്ടിയാണ് ആ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നത്. എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട്, തിളച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് പകർന്ന് മാറ്റി വയ്ക്കാം. അത് തണുക്കുന്നതിന് വേണ്ടി കേട്ടോ. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ ആ പഞ്ചസാരയുടെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് വരും. നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരും. നമുക്കതിന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിനകത്ത് ഇതുപോലെ അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദ അതിനകത്തോട്ട് ചേർക്കണം. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ കറുവാപ്പട്ട പൊടിച്ച് ചേർക്കുക. 1/2 ടീസ്പൂൺ അളവിൽ ജാതിക്കാപ്പൊടി ചേർക്കുക. 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർക്കുക. ഒരു പിഞ്ച് അളവിൽ ഉപ്പ് ചേർക്കുക. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് അരിച്ചെടുക്കുക. ഒന്നുകിൽ 3 പ്രാവശ്യം അരിക്കുക, അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചതിന് ശേഷം ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നല്ല കേക്ക് നല്ലോണം പൊങ്ങി വരും, നല്ല സോഫ്റ്റായിട്ട് വരുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ഇളക്കിയില്ലെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഈ മൈദയുടെ കൂട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ
ആ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെച്ചായിരുന്നല്ലോ. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് പകർന്നു മാറ്റാം. അതാ കണ്ടില്ല, ഫ്രൂട്ട്സിൻ്റെ കളറൊക്കെ കണ്ട് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിനകത്ത് 2 മുട്ട ചേർക്കണം. മുട്ട രണ്ടും ഒന്നിച്ച് ചേർക്കണ്ട, ഓരോന്നോരോന്നായിട്ട് ചേർത്താൽ മതി. ആദ്യം ഒരു മുട്ട ചേർക്കുക. മുട്ട ചേർത്തിട്ട് ഇതിനകത്ത് ഇപ്പോൾ ഈ സമയത്ത് ഇതിനകത്ത് ബ്ലെൻഡർ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുലയോ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്താൽ മതി. ബ്ലെൻഡറിൻ്റെ യാതൊരു ആവശ്യവും വരുന്നില്ല. നല്ലോണം ഫോർക്ക് ഉപയോഗിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് പിന്നെ അടുത്ത മുട്ടയും കൂടെ ചേർക്കുക. അടുത്ത മുട്ടയും കൂടെ ചേർത്ത് ഇതുപോലെ തന്നെ നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുക. ഈ കൂട്ടെല്ലാം കൂടി യോജിച്ച് വരത്തൊക്കെ നല്ലവണ്ണം ഒന്ന് ഈ ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് ഇളക്കിയെടുക്കുക. ഇതാ കണ്ടില്ലേ, നല്ലവണ്ണം മിക്സ് ആയിട്ടിരിക്കുകയാണ്. നല്ല മുട്ടയത് നല്ല പതഞ്ഞ് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ടുണ്ടല്ലോ, അത് കുറേശ്ശെ ആയിട്ട് അതിനകത്ത് ചേർത്ത് പയ്യെ മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. ആ ഫ്രൂട്ട്സും മൈദയുടെ കൂട്ടും എല്ലാം കൂടി നല്ലോണം മിക്സായി വന്നത് അത് കണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബാറ്ററായിട്ട് വന്നിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര ക്യാരമൽ ചെയ്ത സിറപ്പുണ്ടല്ലോ, അത് കുറേശ്ശെ അതിനകത്ത് ചേർക്കുക. അത് ചേർത്തപ്പോൾ തന്നെ കണ്ടില്ലേ, ആ ബാറ്ററിൻ്റെ ഒരു കളറ് ചേഞ്ച് കണ്ടോ. അപ്പോൾ ആ സിറപ്പെല്ലാം കൂടെ മുഴുവനും നല്ലവണ്ണം ഒന്ന് ഇളക്കി എടുക്കുക. കണ്ടില്ലേ, അതിൻ്റെ കളർ ചേഞ്ച് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർക്കണം. അതും കൂടി ചേർത്തിട്ട് ഈ ബാറ്റർ നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ നല്ലൊരു സ്മെല്ല്, എല്ലാത്തിൻ്റെയും കൂടി നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ വരുന്നത്. പിന്നെ നമ്മൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ ചേർക്കാം. എൻ്റെ കുട്ടിക്ക് നട്ട്സ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ നട്ട്സ് ചേർക്കുന്നില്ല. പിന്നെ കാണിക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ കുറച്ച് നട്ട്സ് ഇട്ടുന്നേ ഉള്ളൂ. 1/2 കപ്പ് നട്ട്സ് ചേർന്നത് ഈ പ്ലം കേക്കിന് നല്ല ടേസ്റ്റ് കൂട്ടുന്നതാണ്. ഇനി ഞാൻ ഇതുപോലെ കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിനകത്തേക്ക് ഞാനിത് കുറച്ച് ഓയിലും തടവിയിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ബാറ്റർ മുഴുവനും അതിനകത്തോട്ട് ചേർക്കുക. ഇതാ കണ്ടില്ലേ, ഇതാണ് ഈ കേക്കിൻ്റെ കൺസിസ്റ്റൻസി. ഇതുപോലെ തന്നെ വേണം ഉണ്ടാക്കാനായിട്ട്. മുഴുവനും ഒഴിച്ചതിന് ശേഷം ആ കേക്ക് ടിന്ന് ഒന്ന് ടാപ്പ് ചെയ്യണം. എന്താണെന്ന് ചോദിച്ചാൽ എക്സസ് ആയിട്ടുള്ള എയർ ബബിൾസ് എല്ലാം പോകുന്നതിന് വേണ്ടിയാണ്. നല്ലവണ്ണം ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുക. സാധാരണ കേക്ക് പോലെ 20 മിനിറ്റൊന്നും പറ്റത്തില്ല കേട്ടോ. ഇതിന് 1 മണിക്കൂർ തന്നെ താമസം വേണം. നട്ട്സ് എല്ലാം കൂടെ ഉള്ളത് കൊണ്ട് ഇച്ചിരി വേകാനായിട്ട് സമയമെടുക്കും. അപ്പോൾ 1 മണിക്കൂർ തന്നെ നമുക്കിത് വേണം. ഏതായാലും നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, അടിപൊളി കേക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തോന്നും. ഇനി നമുക്കിത് ഇപ്പോൾ ചൂടാണ്. നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പ്ലം കേക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ ക്രിസ്മസിൻ്റെ ഈ കാലയളവിൽ നമുക്കിതുപോലെ കേക്ക് ഉണ്ടാക്കി നമ്മുടെ ഫ്രണ്ട്സിനോ നമ്മുടെ കസിൻസിനോ കൊടുക്കുവാണെങ്കിൽ അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. ഏതായാലും ഞാനിതൊരു കത്തി ഉപയോഗിച്ച് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു. കാര്യം നമ്മൾ ചേർത്ത ഈ ഫ്രൂട്ട്സൊക്കെ ഇതിൻ്റെ അടിയിൽ വന്ന് ഇങ്ങനെ അടിഞ്ഞ് കിടക്കുവാണെന്ന് നമുക്കറിയണം. അതോ ഇനി ബാറ്ററിനകത്ത് മൊത്തം മിക്സായോ നമുക്കൊന്ന് അറിയണ്ടേ. അതിന് വേണ്ടി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അടിപൊളി. ഇത് കണ്ടില്ലേ, അതൊന്നും ബാറ്ററൊന്നും താഴെ വന്ന് കിടപ്പില്ല. അതിനകത്ത് മൊത്തം യോജിച്ചിരിക്കുകയാണ്. നിങ്ങളേതായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. കണ്ടില്ലേ, അടിപൊളി പ്ലം കേക്ക് റെഡിയായിരിക്കുകയാണ്. ഓക്കെ.